ട്രാൻസ്പോർട്ടേഷൻ, ഓട്ടോമോട്ടീവ്, ലോജിസ്റ്റിക്സ്, അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ തുടങ്ങി എല്ലാ ഇൻഡസ്ട്രികളും ഒരുപോലെ ആശ്രയിക്കുന്ന മറ്റൊരു ഇൻഡസ്ട്രിയാണ് ടയർ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി. ഈ ഒരു സെക്ടറിൽ നിന്നും പുതിയൊരു കമ്പനി കൂടെ IPOയ്ക്ക് ഒരുങ്ങുന്നു. 1982 കേരളത്തിലെ കാലടിയിലുള്ള മട്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ച ടോളിൻ ടയേഴ്സിന്റെ IPO ഡീറ്റെയിൽസ് ആണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു IPO അലേർട്ട്. ആദ്യം നമുക്ക് കമ്പനിയെ പറ്റി നോക്കാം. ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ടയർ മാനുഫാക്ചറർ ആണ് ടോളിൻ ടയേഴ്സ്. ഇന്ത്യ കൂടാതെ തന്നെ മിഡിൽ ഈസ്റ്റ്, ഈസ്റ്റ് ആഫ്രിക്ക, ജോർദാൻ, കെനിയ, ഈജിപ്ത് തുടങ്ങി 40-ലധികം രാജ്യങ്ങളിലായി കമ്പനിക്ക് ഒരു എക്സ്പോർട്ടിംഗ് നെറ്റ്വർക്ക് തന്നെയുണ്ട്. നിലവിൽ 3 മാനുഫാക്ചറിംഗ് യൂണിറ്റുകളിലായി കമ്പനി പ്രവർത്തിക്കുന്നു. 2 കേരളത്തിലെ കാലടിയിലുള്ള മട്ടൂരിലും 1 UAE-ലുമാണുള്ളത്. കമ്പനിയുടെ ബിസിനസിനെ നമുക്ക് 2 വേർട്ടിക്കലായി ഡിവൈഡ് ചെയ്യാം. 1 ടയർ മാനുഫാക്ചറിംഗും 2 ത്രെഡ് റബ്ബർ മാനുഫാക്ചറിംഗും. ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ടയേഴ്സ്, അതുപോലെ തന്നെ ഓഫ് റോഡ് അഗ്രികൾച്ചറൽ ടയേഴ്സ്, 2-വീലർ ആൻഡ് 3-വീലർ ടയേഴ്സ്, ടയർ ട്യൂബ്സ് ആൻഡ് ടയർ ഫ്ലബ്സ് എന്നിവയാണ് ടയർ മാനുഫാക്ചറിംഗ് ഡിവിഷനിലെ പ്രധാന പ്രൊഡക്റ്റുകളായി വരുന്നത്. അതുപോലെ തന്നെ പ്രീക്യൂർഡ് ത്രെഡ് റബ്ബർ, കൺവെൻഷണൽ ത്രെഡ് റബ്ബർ, ബോണ്ടിംഗ് ഗം, വോൾക്കനൈസിംഗ് സൊല്യൂഷൻ, റോപ്പ് റബ്ബർ എന്നിവയാണ് ത്രെഡ് റബ്ബർ മാനുഫാക്ചറിംഗ് ഡിവിഷനിലെ പ്രധാന പ്രൊഡക്റ്റുകൾ. 163 സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റുകൾ ടയർ കാറ്റഗറിക്കും 1003 റബ്ബർ കാറ്റഗറിക്കും നിലവിലുണ്ട്. 75%-ലധികം ബിസിനസ് നടക്കുന്നത് റബ്ബർ കാറ്റഗറിയിൽ നിന്നാണ്. ബാക്കി വരുന്ന ബിസിനസ് ടയർ കാറ്റഗറിയിൽ നിന്നുമാണ് നടക്കുന്നത്. 2024 കണക്കനുസരിച്ച് കമ്പനിക്ക് 8 ഡിപ്പോകളും രാജ്യമൊട്ടാകെ 3737 ഡീലേഴ്സുമാണ് ഉള്ളത്. ഇനി കമ്പനിയുടെ പ്രധാനപ്പെട്ട ക്ലയൻസ് നോക്കുകയാണെങ്കിൽ മരോഗണി GRP, കേരള ആഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ്, റെഡ് ലാൻഡ് മോട്ടോഴ്സ്, അതുപോലെ തന്നെ ടയർ ഗ്രിപ്പ് എന്നിവയാണ് കമ്പനിയുടെ പ്രധാന ക്ലയൻസ് ആയി വരുന്നത്. ഇനി നമുക്ക് IPO ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇഷ്യൂവിലൂടെ 230 കോടി രൂപ ജനറേറ്റ് ചെയ്യാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതിൽ 200 കോടി രൂപ ഫ്രഷ് ഇഷ്യൂസും 30 കോടി രൂപ ഓഫർ ഫോർ സെയിലും ഉൾപ്പെടുന്നു. കമ്പനിയുടെ 83.31% ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ് വർക്കി ടോളിനും ഭാര്യ ജെറി ടോളിനും 15 കോടി രൂപയുടെ ഓഹരികൾ വീതം OFS വഴി വിറ്റഴിക്കും. ജോസ് തോമസിന്റെ 8.47% ഓഹരി അടക്കം കമ്പനിയുടെ 92.64% ഓഹരി പ്രൊമോട്ടേഴ്സിന്റെ കൈവശമാണ്. ബാക്കി 7.36% പൊതു ഓഹരി ഉടമകളുടേതാണ്. കമ്പനി ആങ്കർ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും 69 കോടി രൂപ സമാഹരിച്ചതായാണ് അറിയിച്ചിരിക്കുന്നത്. 5 രൂപ ഫേസ് വാല്യൂ ഉള്ള ഓഹരിയുടെ പ്രൈസ് ബാൻഡ് 215 മുതൽ 226 രൂപ വരെയാണ്. ഒരു ലോട്ടിൽ 66 ഓഹരികൾ ഉണ്ടാവും. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക 14,916 രൂപയാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് 13 ലോട്ടുകൾക്ക് വരെ അപേക്ഷിക്കാം. സെപ്റ്റംബർ 9 ആരംഭിക്കുന്ന ഇഷ്യൂ അവസാനിക്കുക 11 ഓഹരികളുടെ അലോട്ട്മെന്റ് സെപ്റ്റംബർ 12 പൂർത്തിയാവും. സെപ്റ്റംബർ 13 ഓഹരികൾ അലോട്ട് ചെയ്തവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അതേ ദിവസം തന്നെ കമ്പനി റീഫണ്ടുകൾ നൽകി തുടങ്ങും. ഓഹരികൾ NSE, BSE എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ 16 ലിസ്റ്റ് ചെയ്യും. ഇഷ്യൂവിന്റെ 50% ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനായി മാറ്റിവെച്ചിട്ടുണ്ട്. NIA-കൾക്കായി 15%, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനായി 35% അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇഷ്യൂവിൽ നിന്നും ലഭിക്കുന്ന തുകയിൽ നിന്നും 70 കോടി രൂപ കടം തിരിച്ചടയ്ക്കാനായി മാറ്റിവെക്കും. നിലവിലെ കണക്ക് പ്രകാരം 101.3 കോടി രൂപയാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ കടം. ഇതിനു പുറമെ 75 കോടി രൂപ ലോങ് ടേം വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്കായി കമ്പനി ഉപയോഗിക്കും. 46.3 കോടി രൂപ കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള അനുബന്ധ സ്ഥാപനമായ ടോളിൻ റബ്ബേഴ്സിൽ കമ്പനി നിക്ഷേപിക്കും. ബാക്കി വരുന്ന തുക മറ്റ് കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കായി കമ്പനി വിനിയോഗിക്കും. സാഫ്രോൺ ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് IPOയുടെ ലീഡ് മാനേജർ. കാമിയോ കോർപ്പറേറ്റ് സർവീസ് ലിമിറ്റഡ് ആണ് ഇഷ്യൂവിന്റെ രജിസ്ട്രാർ. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ അനാലിസിസിലേക്ക് കടക്കാം. കമ്പനിയുടെ ഫൈനാൻഷ്യൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ലാഭം ഉയർന്നു വരുന്നതായി കാണാം.
2022 63.1 ലക്ഷം രൂപയുടെ ലാഭത്തിലുണ്ടായിരുന്ന കമ്പനി 2023 സാമ്പത്തിക വർഷത്തിൽ എത്തുമ്പോൾ 691.13% വർധനയോടെ 4.99 കോടി രൂപയിലെത്തി. 2024 കമ്പനിയുടെ ലാഭം 420.95% ഉയർന്ന് 26 കോടി രൂപയായി കമ്പനി റിപ്പോർട്ട് ചെയ്തു. സമാന കാലയളവിൽ കമ്പനിയുടെ വരുമാനവും കുതിപ്പിൽ തന്നെയായിരുന്നു. 2022 114.38 കോടി രൂപയായിരുന്നു കമ്പനിയുടെ വരുമാനം. ഇത് 2023 എത്തുമ്പോൾ 4.63% ഉയർന്ന് 119.67 കോടി രൂപയിലെത്തി. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 91.09% കുതിപ്പോടെ 228.69 കോടി രൂപയായി കമ്പനി രേഖപ്പെടുത്തി. ഇതേ കാലയളവിലെ കമ്പനിയുടെ ചെലവ് പരിഗണിക്കുകയാണെങ്കിൽ 2022 113.53 കോടി രൂപയിലുണ്ടായിരുന്ന കമ്പനിയുടെ ചിലവ് 2023 1% കുറഞ്ഞ് 112.65 കോടി രൂപയായി. ഇത് 2024 സാമ്പത്തിക വർഷത്തിൽ 74% വർധനയോടെ 195.57 കോടി രൂപയായി കമ്പനി റിപ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് കമ്പനിയുടെ റേഷ്യോ അനാലിസിസിലേക്ക് കടക്കാം. റേഷ്യോ അനാലിസിസ് പ്രധാനമായും നോക്കുന്നത് പിയർ കമ്പനീസിന്റെ ഗ്രോത്തുമായി കമ്പനിയെ കമ്പയർ ചെയ്യാനാണ്. അത് മാത്രമല്ല, മുൻ വർഷങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കമ്പനിയുടെ ഗ്രോത്തിൽ ഇത് എത്രത്തോളം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് കൂടി അറിയാനാണ് റേഷ്യോ അനാലിസിസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് കമ്പനിയുടെ ROIയിലേക്ക് പോവാം. കമ്പനിയിലെ നിലവിലുള്ള നിക്ഷേപകർക്ക് ലഭിക്കുന്ന റിട്ടേൺ ആണ് ROI വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 വർഷ കാലയളവിൽ കമ്പനിയുടെ ROI കുതിച്ചു വരികയാണ്. കമ്പനിയുടെ ലാഭത്തിലെ വർധനയാണ് ഇതിനുള്ള പ്രധാന കാരണം. കമ്പനിയുടെ 2022 സാമ്പത്തിക വർഷത്തിലെ ROI 6%. ഇത് 2023 എത്തുമ്പോൾ കുത്തനെ ഉയർന്ന് 26% എത്തി. 2024 സാമ്പത്തിക വർഷത്തിലും ROI 26% തന്നെ കമ്പനി നിലനിർത്തിയിട്ടുണ്ട്. പ്രധാനമായും നോക്കേണ്ട മറ്റൊരു കാര്യമാണ് പാറ്റ് മാർജിൻ. കമ്പനിയുടെ വരുമാനത്തിന്റെ എത്രത്തോളമാണ് ലാഭം എന്നതാണ് പാറ്റ് മാർജിൻ കാണിക്കുക. 2022 കമ്പനിയുടെ പാറ്റ് മാർജിൻ 0.56%. 2023 ഇത് 4.22% എത്തി. 2024 സാമ്പത്തിക വർഷത്തിൽ ഇത് 11.45% കുതിച്ചുയർന്നു. കമ്പനിയുടെ കറന്റ് റേഷ്യോ ആണ് നോക്കേണ്ട മറ്റൊരു പ്രധാന മെട്രിക്. നിലവിലെ ആസ്തികൾ ഉപയോഗിച്ച് ഷോർട്ട് ടേം ഡെപ്റ്റ് മറികടക്കുന്നതിനുള്ള കമ്പനിയുടെ കഴിവിനെ വിലയിരുത്തുന്ന ലിക്വിഡിറ്റി റേഷ്യോ ആണ് ഇത്. അവസാന 3 വർഷത്തിൽ കമ്പനിയുടെ കറന്റ് റേഷ്യോ ഉയർന്നു വരുന്നുണ്ട്. 2022 1.07 ആയിരുന്ന റേഷ്യോ 2023 എത്തുമ്പോൾ 1.25 ഉയർന്നു. 2024 ഇത് 1.43 വീണ്ടും വർധന രേഖപ്പെടുത്തി. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കിയാൽ കഴിഞ്ഞ 3 വർഷമായിട്ട് കുറഞ്ഞു വരുന്നതായാണ് കാണുന്നത്. ഒരു കമ്പനിയുടെ കടത്തെ അതിന്റെ ഇക്വിറ്റിയുമായി താരതമ്യം ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ മെട്രിക് ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. 2022 റേഷ്യോ 4.51 ആയിരുന്നു. 2023 ഇത് 2.42 കുറഞ്ഞു. 2024 സാമ്പത്തിക വർഷത്തിലെത്തുമ്പോൾ റേഷ്യോ 0.78 വീണ്ടും താഴ്ന്നു. ഇത് കമ്പനിയുടെ മികച്ച ഡെപ്റ്റ് മാനേജ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. IPOക്ക് ഉയർന്ന സബ്സ്ക്രിപ്ഷൻ ലഭിച്ചാൽ മികച്ച പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്യാനാണ് സാധ്യത. നിക്ഷേപങ്ങൾ ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ടവയാണ്. നിക്ഷേപിക്കും മുമ്പേ അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടേണ്ടതാണ്. മറ്റൊരു IPO അലേർട്സുമായി നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ.